ഹായ്, നമസ്കാരം. മാർക്കറ്റ് പൾസിൻ്റെ മറ്റൊരു പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മാർക്കറ്റിൽ അതിഭീകരമായിട്ട് വലിയ ഡേറ്റാസ് ഒന്നുമില്ല. മാർക്കറ്റ് യൂറോപ്യൻ മാർക്കറ്റ്സ് കുറച്ച് പോസിറ്റീവാണ്. ഡൗ ജോൺസ് S&P 500 അതിൻ്റെ ഹൈയിലേക്ക് കയറുവാണ്. അപ്പോൾ ഗ്ലോബൽ ഡേറ്റാസ് കുറച്ച് പോസിറ്റീവാണ്. നമ്മുടെ മാർക്കറ്റും അത്യാവശ്യം പോസിറ്റീവായിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. എല്ലാ സ്റ്റോക്സും നല്ലൊരു ബുള്ളിഷ് പാറ്റേണിലേക്ക് പോയിട്ടുണ്ട്. സോ ആ ഒരു ബുള്ളിഷ് പാറ്റേണിൽ വരുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി ബൈയിങ് മൊമെൻറ്റം ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ആ ബൈയിങ് മൊമെൻറ്റം സ്റ്റോക്കിനെയും മാർക്കറ്റിനെയും കുറച്ച് മേളിലേക്ക് കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്. സോ ഇന്നിപ്പോൾ രാവിലെ മാർക്കറ്റ് കാണിക്കുന്നത് നമ്മൾ ഇന്നലെ ക്ലോസ് ചെയ്ത 25,867 റേഞ്ചിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റി ഒരു 100 പോയിൻ്റ് മേളിലാണ് ഇന്നിപ്പോൾ കാണിക്കുന്നത്. സോ 25,990 അതിലേക്ക് 26,000 തൊട്ടടുത്ത് എന്ന് പറയുമ്പോൾ ഞാനത് എക്സ്പെക്റ്റ് ചെയ്യുക ഒരു 880 മേളിൽ ഒരു 920 റേഞ്ചിലായിരിക്കും ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുക. 920, 940 മാക്സിമം റേഞ്ച് ഓപ്പൺ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ ഓപ്പൺ ചെയ്യുന്ന സിറ്റുവേഷനിൽ നിന്ന് മാർക്കറ്റ് മുകളിലേക്ക് റാലി ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ട്. സോ ഓപ്പൺ ചെയ്യുന്ന മാർക്കറ്റ് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഏരിയയിലായിരുന്നു മാർക്കറ്റ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് റെസിസ്റ്റൻസ് എടുക്കുന്ന ഏരിയ ഇതാണ്. അപ്പോൾ അവിടെ നിന്നിട്ട് മാർക്കറ്റ് ഈ ക്യാൻഡലിൻ്റെ മേളിൽ ഫ്രീ ആയിട്ട് ഓപ്പൺ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു പിടുത്തം വിട്ടുപോയി അത് ഫ്രീ ആയിട്ട് 26,100 പോകാനുള്ള സാധ്യതകളുണ്ട്. സോ ഇത് മുന്നിൽ കണ്ട് വേണം നമ്മളുടെ ട്രേഡ് പ്ലാൻ ചെയ്യാൻ. റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇന്നലെ എടുത്ത സപ്പോർട്ട് തന്നെയാണ്. അപ്പോൾ ഇന്നലെ എടുത്ത സപ്പോർട്ട് 25,800. അപ്പോൾ മാക്സിമം OA ഡേറ്റ എന്ന് പറയുന്നത് 25,800 26,000 നിൽക്കുന്നത്. സോ 26,000 മേളിൽ കയറിയാൽ അത് 26,240 റേഞ്ചിലേക്ക് പോകാൻ ഇന്ന് തന്നെ ആവണം എന്ന് നിർബന്ധമില്ല. വരും ദിവസങ്ങളിൽ അത് മേളിൽ കയറി പോകാനുള്ള നല്ല സാധ്യതയുണ്ട്. സപ്പോർട്ട് എന്ന് പറയുന്നത് 25,800 തന്നെയാണ്. അതവിടെ സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്യുകയും നമ്മളെ ഒരു സപ്പോർട്ടിങ് ഏരിയയിൽ തന്നെ പിടിച്ചു നിർത്താൻ സഹായിക്കുകയും ചെയ്യും. ഇന്നലെ എവിടെ നിന്ന് തന്നെയാണ് ബൗൺസ് ചെയ്തത്. അപ്പോൾ ഇന്നലെ രാവിലത്തെ എൻ്റെ പേഴ്സണൽ ട്രേഡ് എന്ന് പറയുന്നത് മാർക്കറ്റിനെ ഈ ഒരു മേളിലേക്ക് കയറി ഇതിനൊന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് ചെയ്തു. ഇത് തന്നെയാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച ഒരു ഗ്യാപ്പ് അപ്പ് US ട്രേഡ് ടാരിഫ് ഡീൽ വരുമ്പോഴും ചെയ്തിരുന്നത്. മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് എക്സ്ട്രീം ഹൈയിലായിരുന്നു. സോ അവിടെ മാർക്കറ്റിൽ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനെ ട്രേഡ് ചെയ്യുകയും എന്നിട്ട് സപ്പോർട്ട് എത്തിയപ്പോഴേക്കും തിരിച്ച് വീണ്ടും ആ സപ്പോർട്ടിൽ ബൈ ചെയ്ത് ആ കോൾ ഓപ്ഷൻ വളരെ മേളിൽ പ്രൈസ് പോയതായിരുന്നല്ലേ. അപ്പോൾ അത് തിരിച്ച് താഴെ വന്ന് കാം ഡൗൺ ആയപ്പോൾ വീണ്ടും കോൾ ഓപ്ഷൻ എടുത്ത് അതിനെ ഒരു മൊമെൻറ്റം ക്യാച്ച് ചെയ്യുകയും ചെയ്തിരുന്നു. സോ ഇത് തന്നെയാണ് ഇന്നലെയും ചെയ്തത്. 2 പുട്ട് ഓപ്ഷൻ ഉണ്ടായിരുന്നു, ഒരു കോൾ ഓപ്ഷൻ ഉണ്ടായിരുന്നു. സോ 2 ട്രേഡും കഴിഞ്ഞ് നിർത്തി. അപ്പോൾ ഒരു 11 മണിക്ക് ശേഷം മാർക്കറ്റിൽ വലിയ ചലനങ്ങളില്ല. സോ സ്കാൽപ്പർ എന്ന് പറയുന്നത് എങ്ങനെ തന്നെയാണ് മാർക്കറ്റ് ആദ്യത്തെ ഒരു മണിക്കൂർ ട്രേഡ് ചെയ്യുക എന്നുള്ളത്. സോ ഇന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന അത് തന്നെയാണ്. മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന ഈ ഒരു 920 നിന്ന് 26,000, 26,100 ഭാവിയിൽ അത് പോയേക്കാം 24,240 പേഴ്സണലി ഞാൻ ഉദ്ദേശിക്കുന്ന ഏരിയ ഇത് തന്നെയാണ്. താഴേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ 800 സപ്പോർട്ട്, 880 ബിലോ 800 720 ആണ് അതിൻ്റെ സപ്പോർട്ട് ലെവൽസ് എന്ന് പറയുന്നത്. സോ നെഗറ്റീവ് സൈഡ് വരുവാണെങ്കിൽ ഇതായിരിക്കും എൻ്റെ പേഴ്സണൽ ട്രേഡിംഗ് ഏരിയ എന്ന് പറയുക. സെൻസെക്സും അത് തന്നെയാണ്. ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു കപ്പ് ആൻഡ് ഹാൻഡിൽ എന്ന് പറയാൻ പറ്റത്തില്ലെങ്കിൽ പോലും ഇത് കപ്പ് ആൻഡ് ഹാൻഡിൽ തന്നെയാണ്. ഇനിയും ചിലപ്പോൾ ഇത് മേളിലേക്ക് ഓപ്പൺ ചെയ്ത് പോവുകയാണെങ്കിൽ, അപ്പോൾ ഈ ഒരു ഓപ്പണിങ്ങിന് ശേഷം 84,100 മേളിൽ കുറച്ച് ബുള്ളിഷാണ്. 84,200 മേളിലാണ് അതിന് നല്ലൊരു ബുള്ളിഷ്നെസ്. അത് കിട്ടാനുള്ള സാധ്യത ഇന്ന് ഓപ്പൺ ചെയ്യുന്നതിന് അവിടെ തന്നെ ആയിരിക്കും. ഓക്കെ, ത്രോട്ട് ഒട്ടും ഓക്കെ അല്ല. അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് കൺക്ലൂഡ് ചെയ്യാം. അടുത്തത് ക്രൂഡ് ഓയിൽ നല്ലൊരു ബുള്ളിഷ്നെസ് വന്നിരുന്നു. ഇതൊക്കെ വളരെ നല്ലൊരു സപ്പോർട്ട് ഏരിയ ആയിരുന്നു. ഇതൊക്കെ ഒരു ട്രെൻഡ് ലൈനാണ്. ഓക്കെ മാർക്കറ്റ് താഴേക്ക് പൊയ്ക്കൊണ്ടിരുന്ന ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു. ആ ട്രെൻഡ് സ്ലൈറ്റ്ലി നിർത്തി അതിനെ ബ്രേക്ക് ചെയ്ത് ഇതിപ്പോൾ മേളിലേക്ക് കയറുന്ന ഒരു ഏരിയയിലേക്ക് വന്നിട്ടുണ്ട്. സോ ഒരു ബുള്ളിഷ്നെസ്സിനുള്ള ഒരു പാറ്റേൺ ക്രൂഡ് ഓയിൽ സെറ്റ് ചെയ്ത് വരുന്നുണ്ട്. സോ ക്രൂഡ് ഓയിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യുന്നത് നിങ്ങൾ വാച്ച് ചെയ്യുക. 6,000 അതിന് ടാർജറ്റ് ഉണ്ട്. 6,000, 6,124 റേഞ്ചിലേക്ക് അതിന് ടാർജറ്റ് ഉണ്ട്. സോ ഓക്കെ, 6,124 കറക്റ്റാണ്. 6,124 അതിന് ടാർജറ്റ്സ് കിടപ്പുണ്ട്. സോ ഇത് വാച്ച് ചെയ്ത് വയ്ക്കുക. ഇതിൻ്റെ ഡേ ഹൈ 888 മേളിൽ നമുക്കൊരു ട്രേഡ് ഉണ്ട്.
അതിന് നിങ്ങൾ വാച്ച് ചെയ്ത് വെക്കുക. 6000ഉം 6096, 6126 ഫൈനൽ ടാർഗറ്റ്സ് ആണ്. സോ അതിനെ വാച്ച് ചെയ്ത് വെക്കുക. താഴേക്ക് ഇപ്പോൾ തൽക്കാലം ഇല്ല, താഴേക്ക് 800 താഴെ 5800 താഴെ മാത്രമേ ഒരു നെഗറ്റീവ് ട്രെൻഡ് അവിടെ ഉള്ളൂ. അതും ഈ ഒരു ഫോളിലേക്ക് വന്നാൽ മാത്രം. ഓക്കെ, നാച്ചുറൽ ഗ്യാസ് നല്ല വീഴ്ചയിലാണ്. ആ ഒരു വീഴ്ചയിൽ നാച്ചുറൽ ഗ്യാസിന് ഇപ്പോൾ താഴേക്കുള്ളൊരു ട്രെൻഡാണ് ക്രിയേറ്റ് ചെയ്ത് പോകുന്നത്. സോ ആ ഒരു ട്രെൻഡ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ, നാച്ചുറൽ ഗ്യാസിൽ ഇപ്പോൾ അധികം ആരും ട്രേഡ് ചെയ്യുന്നില്ല. ട്രെൻഡ് വീക്കായതിനു ശേഷം അധികം ട്രേഡ് ഞാൻ കാണുന്നില്ല. ഓക്കെ, അപ്പോൾ അതങ്ങനെ തന്നെ പോട്ടെ. മാർക്കറ്റ് അറ്റ്ലീസ്റ്റ് എടുക്കാൻ പറ്റുന്ന ഒരു സപ്പോർട്ടിൻ്റെ അടുത്താണ്. ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴേക്ക് 260 റേഞ്ചിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഇത് മേളിലേക്ക് തിരിച്ച് വന്നു കഴിഞ്ഞാൽ ഒരു 308 മേളിലൊക്കെ കയറിയാലാണ് നല്ലൊരു ട്രേഡ് വരിക. 308 മുതൽ 328 വരെയുള്ള ഒരു ട്രേഡ് കാണിക്കുന്നുണ്ട്. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ട്രേഡിംഗ് അനാലിസിസ്. മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. ടേക്ക് കെയർ, ബൈ.